വട്ടിയൂർക്കാവിൽ കൊമ്പനാനയും പിടിയാനയും, കൊലകൊമ്പനും കൊലകൊമ്പിയും. അടിപൊളി. അതായത് ശ്രീലേഖ IPS നമ്മൾ എന്ത് പറഞ്ഞാലും പ്രധാനമന്ത്രിയുടെ ഫോൺ കാൾ നേരിട്ട് വരും എന്നാണ് അറിയുന്നത്. ഹലോ ശ്രീലേഖ മേഡം, മേഡം മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മേഡം മത്സരിക്കും. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഒരു വിളിയോടുകൂടി ശ്രീലേഖ മേഡം IPS തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മത്സരിക്കും. അവിടെ മത്സരിക്കാൻ കെ മുരളീധരൻ ഇപ്പം മനം മടിച്ച് മനസ്സ് നൊന്ത് നിൽക്കുകയാണ്. ജയിച്ചാൽ മന്ത്രിയാക്കുമോ എന്നുള്ള നോവൊക്കെയാണ്. പക്ഷേ അപ്പോഴും അവിടെ വളരെ കൃത്യമായിട്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട്, ഒരു നോവും വേണ്ട, തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മത്സരിച്ചോളുക. അങ്ങനെ കെ മുരളീധരനും ശ്രീലേഖ IPSും കൂടിയുള്ള പഴയ ഒരു IPSും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള അടിപൊളി പോരാട്ടമാണ് നടക്കുന്നത്. ഇതിനിടയിൽ CPMന് ആര് എന്നുള്ളതാണ് ഒരു ചോദ്യമുള്ളത്. ബ്രോയാണോ അതോ ഇനി സുനിലാണോ, ആരാണെന്ന് അറിയില്ല. കരകൗശല കോർപ്പറേഷൻ്റെ ചെയർമാനുള്ള ഒരു സുനിലുണ്ട് അരുവിക്കരയുള്ള, അതോ നമ്മുടെ ബ്രോ പ്രശാന്താണോ, ആരോന്നറിയില്ല. എന്തായാലും വളരെ വാശിയേറിയ മത്സരമായിരിക്കും നടക്കുന്ന. കാരണം അതിനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJP വോട്ട് പിടിച്ചിട്ടുണ്ട്. 50 സീറ്റ് പിടിച്ച് കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ് തിരുവനന്തപുരം. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ VV രാജേഷിൻ്റെയും ആശാനാഥിൻ്റെയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ അവർ ഇപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുമായിട്ട് പട്ടിയെ പിടിക്കുക, മാലിന്യം വാരിക്കളയുക, പിന്നെ വണ്ടി ഇറക്കുക, ഇങ്ങനെ കുറേ പരിപാടികളായിട്ട് അവർ ചേട്ടന്മാർ ചാടിയിട്ടുണ്ട്. ഇതെല്ലാം രാജേഷിൻ്റെ നേതൃത്വത്തിൽ, ആശാനാഥിൻ്റെ നേതൃത്വത്തിൽ, കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അവർ വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ, അവർ വോട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും കെ മുരളീധരനൊന്ന് വിയർക്കും. പക്ഷേ അങ്ങനെ പിടിച്ചാൽ കെട്ടാൻ കഴിയുന്ന കൊമ്പനല്ല മുരളീധരൻ. പട്ടം, കേശവദാസപുരം, പരുത്തിപ്പാറ, മുട്ടട തുടങ്ങിയ കവടിയാർ തുടങ്ങിയ വലിയൊരു ബെൽറ്റ് മുരളീധരൻ്റെ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. ചിലപ്പോൾ മുരളീധരനായിരിക്കും, ചിലപ്പോൾ ശ്രീലേഖ IPS ആയിരിക്കും. എന്തായാലും ടക്ക് ടു ടക്ക്, നെക്ക് ടു നെക്കായിരിക്കും മത്സരം നടക്കുക. അവിടെ CPMന് വലുതായിട്ടൊന്നും ചെയ്യാനുണ്ടാവാത്തൊരു സാഹചര്യത്തിൽ തന്നെ BJP 4 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തെ വളരെ സീരിയസ് ആയിട്ട് പിടിക്കുന്നുണ്ട്. നേമം രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവ് ഈ പറഞ്ഞതുപോലെ ശ്രീലേഖ, അതുപോലെ നമ്മുടെ കഴക്കൂട്ടം B മുരളീധരൻ, തിരുവനന്തപുരം സെൻട്രൽ കരമന ജയനോ കൃഷ്ണകുമാറോ, അങ്ങനെ 4, പിന്നെ PK കൃഷ്ണദാസുണ്ട് കാട്ടാക്കട. 4-5 മണ്ഡലം VVIP മണ്ഡലമാക്കിക്കൊണ്ട് വട്ടിയൂർക്കാവിനെ വലിയ മത്സരത്തിലേക്ക് കൊണ്ടുപോകാനാണ് BJP ശ്രമിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ കൂടെ ഇടിച്ചു നിൽക്കാൻ കോൺഗ്രസും കൊമ്പനെ തന്നെ ഇറക്കിയിരിക്കുകയാണ്.